ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് 5 പൈസ ഗ്രേറ്റ് ഈഗിൾ ടെക് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശനിയാഴ്ചത്തെ വീഡിയോ എന്നത്തെയും പോലെ ഒരു വീക്കിലി അനാലിസിസിന്റെ റിപ്പോർട്ടും അതിന്റെ കൂടെ മൺഡേയിലേക്കുള്ള ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് റിപ്പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോയാണ്. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. അതൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ലെവൽസും കണ്ട് കൃത്യമായിട്ടൊരു ഓവറോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരാൻ പോകുന്ന ഒരു ട്രെൻഡിങ് സ്ട്രക്ചർ മൂവ്മെന്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് അധികം സമയം കളയാതെ വീക്കിലി അനാലിസിസിലേക്ക് കടക്കാം. സോ നിങ്ങൾ ഈ കാണുന്നത് മിഡ് ക്യാപ്പിന്റെ വീക്കിലി ചാർട്ടാണ്, ഒരു വീക്കിലി അനാലിസിസ്. അപ്പൊ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ട്രെൻഡിങ് അപ്പ് വീക്കാണ്. ഈ ട്രെൻഡിങ് വീക്കാണ്, ഈ അപ്പ് വീക്ക്, ട്രെൻഡ് അപ്പായിട്ടുള്ള ഒരു വീക്കായിരുന്നു ഈ കഴിഞ്ഞു പോയ വീക്ക്. സോ POC അധികം വലിയൊരു പണിയൊന്നും തന്നില്ല. POC ഇപ്പോഴും താഴെ തന്നെ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഡിമാൻഡ് സോൺ ഇപ്പോഴും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ലോവർ സ്ട്രക്ചറിൽ കിടപ്പുണ്ട്. അതുകൂടാതെ ഒരു സിംഗിൾ പ്രിൻസ് വീക്കിലി ഗ്യാപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ് ടു 14,112 തൊട്ട് 14,026 വരെ ഗ്യാപ്പ് ഉണ്ട്. 14,225 തൊട്ട് 271 വരെ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. തിരിച്ച് 14,322 തൊട്ട് 340 വരെ 44 വരെ ഒരു സിംഗിൾ പ്രിന്റും അതിനിടയ്ക്ക് ഒരു ചെറിയൊരു 369 വരെ ഗ്യാപ്പും ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ട്രെൻഡിങ് അപ്പായിട്ട് പോയൊരു വീക്കായിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിലെ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് ഒരു റാലി തന്നു പോയൊരു വീക്കും കൂടെയാണ് ഈ കഴിഞ്ഞു പോയ ഒരു വീക്ക്. നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പ് ക്രോസ് ചെയ്തിരിക്കുന്ന 14,437 എന്ന് പറഞ്ഞ വീക്കിലി വാല്യൂവിന്റെ ഹൈയിൽ 480 ഭാഗത്തൊക്കെയാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ട്രെൻഡിങ് അപ്പായ സ്ട്രക്ചർ ആയതുകൊണ്ട് വേണമെങ്കിൽ ഈ 14,600 മുകളിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് 15,000 വരെ പോവാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എനിക്കൊരു വീക്കിലി സ്ട്രക്ചറിന്റെ അപ്സൈഡിലേക്ക് പറയാനുണ്ട്. ഇല്ല 14,400 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് 320 വരെ വരാനും, അതിന് താഴെ 218 വരാനും, അതിന് താഴെ 112, അതിന് താഴെ 14,000 ഭാഗത്തേക്കും, ഈവൻ 13,924 എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞുപോയ ട്രെൻഡ് വീക്കിന്റെ POCയുടെ ഭാഗത്തേക്കും ബ്രേക്ക് ടെസ്റ്റ് പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ 14,400 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞുപോയ വീക്കിന്റെ സിംഗിൾ പ്രിന്റ്സ് അനോമലീസ് ഒക്കെ ഫിൽ ചെയ്ത് അപ് ടു POC വരെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇനി ബൈയിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ 14,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ എന്താണ് ഒരു ബൈയിങ് മൊമെന്റം വന്ന് അത് 15,000 വരെ പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിന്റെ ഒരു ഡെയിലി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് ഈ കഴിഞ്ഞു പോയ വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞു പോയ ഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 14,508 ഭാഗത്തേക്കാണ് ആ POC വന്നിരിക്കുന്നത്. സോ ഇനി ഞാൻ വീക്കിലി 14,600 പറഞ്ഞ പോലെ ഡെയിലി ഞാൻ 14,600 മുകളിൽ തന്നെയാണ് മിഡ് ക്യാപ്പിൽ ഒരു ബൈയിങ് മൊമെന്റം കാണുന്നത്. അത് 14,640 ഭാഗത്തേക്കും, അതിന് മുകളിൽ 685 ഭാഗത്തേക്കും, ഇല്ല അതിന് മുകളിൽ 14,730 ഭാഗത്തേക്കും പോവാം. ഇതൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ഒരു ലെവൽ വരച്ചിട്ടുള്ളതാണ്. ഇത് വരാത്ത ലെവൽ ആയതുകൊണ്ട് ചോദിക്കും എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് വരച്ചതാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ POC ആയ 14,428 താഴെ മാത്രമേ സെല്ലിംഗ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 361 ആ ദിവസത്തെ വാല്യൂ ഏരിയ ലോയും, അതിന് താഴെ 318 എന്ന് പറഞ്ഞ 14,318 എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു ക്ലോസ് പ്രൈസിന്റെ എമ്മിന്റെ ഒരു ലോയും എമ്മിന്റെ ആ ഒരു ലോയും, അതിന് താഴെ കെയുടെ ഹാഫ് ബാക്ക് ആയ 14,260 വരെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിന്റെ ഒരു ഡെയിലി സ്ട്രക്ചറിലും പറയാനുള്ളത്. സോ വീക്കിലി ഒരു ട്രെൻഡിങ് അപ്പായിട്ടുള്ള വീക്കും ഡെയിലി ഫ്രൈഡേ എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ വീക്കാണ്. സോ ന്യൂട്രൽ വീക്ക് ആൾവേസ് ന്യൂട്രൽ ഡേ ആൾവേസ് ഫോളോഡ് ബൈ ന്യൂട്രൽ സ്ട്രക്ചർ, ആൾവേസ് ഫോളോഡ് ബൈ ട്രെൻഡിങ് സ്ട്രക്ചർ എന്ന് പറയുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഒരു ട്രെൻഡിങ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് താഴോട്ടോ മുകളിലോട്ടോ വളരെയധികം കൂടുതലാണ്. ഈ ഇന്നലത്തെ ലോവർ ലെവൽ പൊട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ സെല്ലിംഗ് താഴേക്ക് വന്ന് ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇല്ലെങ്കിൽ 14,600 മുകളിൽ പോയാൽ മാത്രമേ ഒരു ബൈയിങ് മൊമെന്റ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കാണുന്നുള്ളൂ. ഇതാണ് എനിക്ക് പൊതുവെ മിഡ് ക്യാപ്പിന്റെ ഒരു ഭാഗത്ത് പറയാനുള്ളത്.
ഇനി നമുക്ക് നോക്കണ സമയത്ത് ബാങ്ക് നിഫ്റ്റി നോക്കാം. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് വീക്കും അങ്ങനെയൊന്നുമില്ല, പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ വീക്കാണ്. ക്ലോസ് ചെയ്തിരിക്കുന്ന 55,375 ഭാഗത്ത് പി ഒ സി ഏകദേശം ആ ഭാഗത്തൊക്കെ തന്നെയാണ് പി ഒ സി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 55,375 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 56,400 മുകളിൽ, അത് 55,675 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 56,420 എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ വാല്യൂരിയ ഹൈ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ 57,287 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിന്റെ ഏത് വീക്ക് 20th ഏപ്രിലിലെ വീക്കിന്റെ പി ഒ സിയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണുന്നുള്ളൂ. ഇല്ല 55,000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 54,425 വരെ വന്ന് കഴിഞ്ഞ ആദ്യത്തെ വീക്കിലിയുടെ വാല്യൂരിയ ലോ വരെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ന്യൂട്രൽ വീക്കിലി സ്ട്രക്ചറാണ് ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്തേക്കുന്നത്. ദർ വിൽ ബി എ ഗുഡ് മൂവ് കമ്മിങ് ഇൻ ബാങ്ക് നിഫ്റ്റി എബോവ് ഓർ ബിലോ ഓഫ് പ്രീവിയസ് വീക്ക്. ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ ലോയോ ഹൈയോ പൊട്ടുകയാണെങ്കിൽ നല്ലൊരു ട്രെൻഡിങ് വീക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ഡെയിലി കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പക്ക ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. നല്ലൊരു സെല്ലിങ്ങോട് കൂടി വന്ന് 55,526 ഭാഗത്തേക്കാണ് പി ഒ സി ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 527 ഭാഗത്ത് 55,527 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ബൈയിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ 55,800 പൊട്ടണമെങ്കിൽ മാത്രമേ ഒരു ബൈ എടുക്കുള്ളൂ. ആ ബൈ ഈ ഒരു 55,920 ഭാഗത്തേക്കും അതിന് മുകളിൽ 56,071 ഭാഗത്തേക്ക് 56,071 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് 56,200 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 55,161 താഴെ മാത്രമേ സെല്ലിംഗ് ഉള്ളൂ. അത് 56,000, 54,827, അതിന് താഴെ 54,673 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്കും വളരെയധികം കൂടുതലാണ്. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ആയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക് ഇരിക്കുന്നത്. ട്രെൻഡിങ്, അതായത് വീക്കിലി പറയുമ്പോൾ ഒരു ന്യൂട്രൽ വീക്കും കൂടെ ആയതുകൊണ്ട് വീക്കിലി സ്ട്രക്ചറിൽ ഒരു നല്ലൊരു മൊമെന്റം വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തിലേക്കും പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണോ അതേപോലെ നിഫ്റ്റി. പക്ഷെ നിഫ്റ്റിയെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട്, അതായത് 13 ഏപ്രിൽ തൊട്ട് നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി 24,400-നും 23,980 ഇടയ്ക്കുള്ള ഒരു റേഞ്ച് ഷട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഷട്ടിൽ പൊട്ടിയാൽ മാത്രമേ നിഫ്റ്റിയിൽ ഹെവി ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഉള്ളൂ. വീക്കിലി ക്ലോസ് തന്നെ ഏകദേശം പറഞ്ഞാൽ 24,210 എന്ന് പറഞ്ഞാൽ വീക്കിലി പി ഒ സി ഈ 4 വീക്കിന്റെയും പി ഒ സി ഈ 3 വീക്കിന്റെയും കൂടെ പി ഒ സിയുടെ 15 ഏപ്രിലോട്ടുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നാൽ ആ 3 വീക്കിന്റെയും പി ഒ സിയുടെ ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തത്. 24,210 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. അവന്റെ ക്ലോസ് ഓൾമോസ്റ്റ് ആ ഭാഗത്തൊക്കെ തന്നെ വന്നിരിക്കുന്നത്. സോ ഈ 24,400 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോവാം? അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു പി ഒ സി 24,618 അതിന് മുകളിൽ 24,900 ഭാഗത്തേക്കും പോവാം. ഇല്ല 23,980 പൊട്ടുകയാണെങ്കിൽ 23,712 അതിന് താഴെ 23,500 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് താഴേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഈ കഴിഞ്ഞു പോയ വീക്കും ബാങ്ക് നിഫ്റ്റിയെ പോലെ നിഫ്റ്റിയും ഒരു ന്യൂട്രൽ വീക്കായിട്ട് അവസാനിച്ചതുകൊണ്ട് ഒരു നല്ലൊരു ട്രെൻഡിങ് സ്ട്രക്ചർ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വീക്കിലി ബേസിസ് പറയുകയാണെങ്കിൽ അത് പൊതുവെ വരാനുള്ള ചാൻസ് വളരെയധികം ഹൈലി കൂടുതലാണ്. അതാണ് എനിക്ക് പറയുന്നത്. കാരണം ആ സമയം അങ്ങോട്ട് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു വേണമെങ്കിൽ പറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കുമ്പോൾ സമയത്ത് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ വീക്ക്ലി സ്ട്രക്ചർ പറയുമ്പോൾ പക്ക ഒരു ബാലൻസ് സ്ട്രക്ചർ, പെർഫെക്റ്റ്ലി ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. 24,196 ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ എന്ത് നിൽക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 24,196 ഭാഗത്താണ് ആ പി ഒ സി നിൽക്കുന്നത്. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 24,270 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കൂ. അത് ഫസ്റ്റ് 304, സെക്കൻഡ് 360, അതിന് മുകളിൽ 24,400 ഭാഗത്തേക്ക് പോകാനും 24,108 പൊട്ടുകയാണെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. 24,063, 24,000, അതിന് താഴെ 23,952 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഡി ഷേപ്ഡ് പ്രൊഫൈൽ ആയതുകൊണ്ട് നിഫ്റ്റിയുടെ ഹൈയും ലോയും ബ്രേക്ക് ചെയ്താൽ
ഹെവി ആയിട്ടുള്ള ഒരു മൊമെന്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏത് സൈഡിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നല്ലൊരു മൂവ്മെന്റം വരും. അത് കൃത്യമായി ഓർത്തുകൊള്ളുക. നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെന്റം വരേണ്ട സമയം അതങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വന്നില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. വരാനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ കൂടുതലുമാണ്. ഇതാണ് എനിക്ക് പൊതുവെ നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു സ്ട്രക്ചർ. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെയും മിഡ് ക്യാപ്പിന്റെയും വീക്കിലിയുടെയും ഡെയിലിയുടെ റിപ്പോർട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് 1-2 അറിയിപ്പുകളാണ്. ഈ വരാൻ പോകുന്ന മെയ് എൻഡിൽ, ഈ നടക്കുന്ന മെയ് എൻഡിൽ ഞാൻ മാർക്കറ്റ് പ്രൊഫൈലിലെ ഓർഡർ ഫ്ലോയുടെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മെന്ററിംഗിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ആരുടെ ഉള്ളതാണ്, അതിനെ കണ്ടിന്യൂസ് ചെയ്ത് വരെയാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാത്രം കുറച്ചുകൂടി എടുക്കുന്നു, പഠിപ്പിക്കുന്നു. ആ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഞാൻ വളരുന്നത്. സോ ഇവിടെ നമുക്ക് A+ കാറ്റഗറി ട്രേഡ് ഉണ്ട്, B+ കാറ്റഗറി ട്രേഡ് ഉണ്ട്, A കാറ്റഗറി ട്രേഡ് ഉണ്ട്, B കാറ്റഗറി ട്രേഡ് ഉണ്ട്. അങ്ങനെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോ വെച്ചുള്ള ഡിഫറെന്റ് സ്ട്രാറ്റജീസ് നമുക്കുണ്ട്. അതിന് കൃത്യമായ റൂൾ ബേസ് ഉണ്ട്. ഓരോ മാർക്കറ്റിലും എങ്ങനെ എടുക്കണം, എത്ര ലോട്ട് എടുക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൃത്യമായിട്ട് പ്രീ പ്ലാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ മെന്ററിംഗ് ബാച്ചിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുവാനും ലൈവായിട്ട് എന്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാനും അതിന്റെ കൂടെ നിങ്ങളുടെ ഫീസ് റിക്കവർ ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ടേബിൾസും MCCയും സപ്പോർട്ട് പ്ലാനും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട ഈ ഒരു മെന്ററിംഗ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി വീക്കെൻഡ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.